ജനവിധി മെയ് 10. കർണാടക പോളിംഗ് ബൂത്തിലേക്ക് മെയ് 10 ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. മെയ് 13 വോട്ടെണ്ണൽ. വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചില്ല. The Gazette notification would be issued on 13th of April. Last date of making nominations would be 20th of April. The 5 in single phase and day of counting would be 13th of May. So this is the schedule for the Karnataka elections. That for the first time this facility for voting from home would be available in Karnataka to the 80 plus voters and also to the persons with disabilities. Total electors in the states are 5.21 crores, of which male electors are 2.62 and female electors are around 2.59, almost equal. So the first time voters in Karnataka, because of our special effort as I just mentioned, has increased from 18 to 19 by 9.17 lakhs. So there are two PVTGs in Karnataka, Jhenukurba and Koraga tribes. And the total population is 46,852 and 18 plus is 30,507. And you would be happy to know that we have been able to enroll 100%. There are 58,282 polling stations in the state of Karnataka, of which 20,866 are urban. There would be close to 1,320 polling stations which would be managed exclusively by the women. 240 polling stations would be model polling stations जिसमें eco-friendly और green booths उनको बनाएंगे. രാകേഷ് വിവരങ്ങൾ പങ്കുവെക്കും. രാകേഷ്, കർണാടകയിലെ വിശദാംശങ്ങളിലേക്ക് വന്നാൽ ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നു. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഒറ്റഘട്ടമായാണ് കർണാടകത്തിൽ വോട്ടെടുപ്പ് നടക്കുക. അതായത് മെയ് 10 കർണാടകയിൽ വോട്ടെടുപ്പ് നടക്കും. അതിനുശേഷം 13 വോട്ടെണ്ണം. ഈ പ്രഖ്യാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതായത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇനി പ്രചരണത്തിന് ലഭിക്കുന്നത് 40-42 ദിവസം മാത്രമാണ്. ഏതായാലും രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഈ പ്രഖ്യാപനം പ്രതീക്ഷിച്ചിരുന്നു. കാരണം മെയ് 24 നിലവിലെ നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെയ് ആദ്യം ഒരു തെരഞ്ഞെടുപ്പ് എല്ലാ പാർട്ടികളും പ്രതീക്ഷിച്ചിരുന്നതാണ്. അത് അനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ, പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് നടന്നിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസും JDSും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ആദ്യഘട്ട പട്ടികയാണ് പുറത്തിറക്കിയിരിക്കുന്നതെങ്കിൽ JDS 93 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. BJPയും ഏപ്രിൽ ആദ്യവാരം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമെന്ന് മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പാർട്ടികളെല്ലാം തന്നെ പ്രചാരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു. ഇനി തെരഞ്ഞെടുപ്പ് കൂടി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ദേശീയ നേതാക്കളുടെ ഇറക്കിക്കൊണ്ടൊരു പ്രചാരണമായിരിക്കും രാഷ്ട്രീയ പാർട്ടികളുടെ BJPയുടെയും ഒപ്പം തന്നെ കോൺഗ്രസിന്റെയും ഭാഗത്തുനിന്ന് നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ളവർ വരും ദിവസങ്ങളിൽ കർണാടകത്തിൽ എത്തുമെന്ന് ഉറപ്പാണ്. ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരും കൂടുതലായി കർണാടകത്തിലെത്തും. കോൺഗ്രസ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും കോൺഗ്രസിന്റെ പ്രചാരണം. രാഹുൽ ഗാന്ധി 5-ാം തീയതി കോലാറിൽ പ്രചാരണത്തിനെത്തുന്നുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരായ നടപടി ആണ് ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരായ അയോഗ്യത പോലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കോലാറിൽ നടത്തിയ പ്രസംഗമാണ്. അതേ സ്ഥലത്ത് 5-ാം തീയതി രാഹുൽ ഗാന്ധി പ്രചാരണത്തിനെത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ പോരാട്ട ചൂടിലാണ് ഇപ്പോൾ കർണാടകയുള്ളത്. മാത്രമല്ല BJPയെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അധികാരം പിടിക്കുക എന്നുള്ളത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി 1 വർഷത്തിൽ താഴെ മാത്രമാണ് സമയമുള്ളത്. അതുകൊണ്ട് തന്നെ കർണാടകയിലെ രാഷ്ട്രീയം, കർണാടകത്തിലെ ജനവിധി അത് ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയാകുന്ന, ചലനങ്ങൾ ഉണ്ടാക്കുന്ന വിധിയാകുമെന്ന് ഉറപ്പാണ്. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അധികാരം നിലനിർത്തേണ്ടതുണ്ട്. കാരണം ദക്ഷിണേന്ത്യയിൽ പാർട്ടി ഭരിക്കുന്ന ഏക സംസ്ഥാനമാണ് കർണാടക. പക്ഷേ അതിനുള്ള വെല്ലുവിളികൾ ചില്ലറയല്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രചാരണ പരിപാടികളുമായി BJP മുന്നോട്ട് പോവുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിൽ ദേശീയ തലത്തിൽ അവർക്ക് 3 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് രാജ്യത്ത് ആകെ ഭരണമുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് ഭരണത്തിൽ വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു വലിയ തോൽവി കർണാടകത്തിലുണ്ടായാൽ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ പോലും. പക്ഷേ രാകേഷ്, ഈ ഏറ്റവും പുതിയ രാഷ്ട്രീയ സാഹചര്യം, വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട് അവിടെ. നിരവധി MLA അടക്കം കോൺഗ്രസിലേക്ക് ചേർന്ന പശ്ചാത്തലം കൂടി നമ്മൾ കാണുന്നുണ്ട്. സ്വാഭാവികമായും BJPക്ക് കൂടുതൽ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടി വരും. കുറച്ചു സമയം മാത്രമാണ് തെരഞ്ഞെടുപ്പിനുള്ളത്. ഒപ്പം കോൺഗ്രസ് അവരുടെ തമ്മിലടികൾ നിർത്തി കാര്യക്ഷമമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മുന്നിലിറങ്ങേണ്ടി വരും. അപ്പോൾ രണ്ട് പാർട്ടികൾക്കും നിർണായകമായി മാറുന്നു ഇനിയുള്ള ദിവസങ്ങൾ.
രണ്ട് പാർട്ടികൾക്കും നിർണായകം തന്നെയാണ് കാര്യങ്ങൾ. ഏതായാലും മോദിയെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രചാരണമാണ് BJP നടത്തുന്നത്. ഒപ്പം തന്നെ ബസവരാജ് ബൊമ്മയാണ് മുഖ്യമന്ത്രി എങ്കിൽ പോലും BJP ഉയർത്തിക്കാണിക്കുന്ന അല്ലെങ്കിൽ പ്രചാരണ യോഗങ്ങൾ ഉയർത്തിക്കാണിക്കുന്ന പേര് മുൻ മുഖ്യമന്ത്രി BS യെഡിയൂരപ്പയുടേതാണ്. യെഡിയൂരപ്പ നിലവിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച നേതാവാണ്. കാരണം അദ്ദേഹത്തെ 2021 യെഡിയൂരപ്പയെ മാറ്റിക്കൊണ്ട് ബസവരാജ് ബൊമ്മ മുഖ്യമന്ത്രിയായി അധികാരമെടുക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിലടക്കം നരേന്ദ്രമോദിക്ക് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഉയർത്തിക്കാണിക്കുന്ന പേര് യെഡിയൂരപ്പയുടേതാണ്. ഏറ്റവും ഒടുവിൽ അമിത്ഷാ പങ്കെടുത്ത റാലിയിൽ, ഫെബ്രുവരി മാസത്തിൽ നടന്ന റാലിയിൽ മോദിയെയും ഒപ്പം തന്നെ യെഡിയൂരപ്പയെയും വിശ്വസിക്കൂ എന്ന പ്രയോഗമാണ് അദ്ദേഹം നടത്തിയത്. അങ്ങനെ യെഡിയൂരപ്പയെ ഉയർത്തിക്കാണിക്കുന്ന ഒരു പ്രചാരണം, ഒപ്പം തന്നെ നരേന്ദ്രമോദി ഉയർത്തിക്കാണിക്കുന്ന പ്രചാരണം, ഇതിനാണ് BJP ഏതായാലും ഊന്നൽ നൽകുന്നത്. മറുവശത്ത് കോൺഗ്രസ് ആകട്ടെ ഭരണവിരുദ്ധ വികാരം ഉന്നയിച്ചുകൊണ്ടൊരു പ്രവർത്തനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് വരും ദിവസങ്ങളിൽ സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും അടക്കം ഇറക്കിയുള്ള പ്രചാരണത്തിനായിരിക്കും കോൺഗ്രസ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പ്രത്യേകിച്ച് മറ്റൊന്ന് മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഒപ്പം തന്നെ PCC പ്രസിഡന്റ് DK ശിവകുമാർ, ഇവരെല്ലാം തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ള നേതാക്കളാണ്. അതുകൊണ്ട് തന്നെ അവരെ ഇറക്കിക്കൊണ്ടുള്ള പ്രചാരണം പോലും കോൺഗ്രസ് നടത്തുകയും ചെയ്യും. പ്രത്യേകിച്ച് സിദ്ധരാമയ്യയുടെ കാര്യത്തിൽ നേരത്തെ കോലാറിൽ മത്സരിക്കാൻ സിദ്ധരാമയ്യ തീരുമാനിച്ചപ്പോൾ സിദ്ധരാമയ്യയുടെ ആ മണ്ഡലത്തിൽ മത്സരിക്കരുത് എന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിരുന്നു. അതിനൊരു കാരണമായി പറഞ്ഞത് കോലാറിൽ മത്സരം കടുക്കുകയാണെങ്കിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് സിദ്ധരാമയ്യയ്ക്ക് പ്രചാരണത്തിന് പോകാൻ കഴിയില്ല എന്നായിരുന്നു. അങ്ങനെ ദേശീയ നേതാക്കളെ അടക്കം ഇറക്കിക്കൊണ്ടുള്ള പ്രചാരണത്തിനായിരിക്കും വരും ദിവസങ്ങളിൽ ഏതായാലും കർണാടക സാക്ഷ്യം വഹിക്കുക. രഞ്ജിത്ത്, കർണാടകയിൽ വാശിയേറിയ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു. പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. അത് വരും ദിവസങ്ങളിൽ, ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ച് ദിവസം മാത്രം പ്രചാരണത്തിന് മാത്രം മുന്നിലുള്ളപ്പോൾ രണ്ട് പാർട്ടികളും ശക്തമായും പ്രചരണം നടത്തുമെന്ന് പ്രതീക്ഷിക്കാം. ദേശീയ നേതാക്കളുടെ അടക്കം സാന്നിധ്യം വരും ദിവസങ്ങളിൽ കർണാടകയിൽ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം. ലോക്സഭാ സീറ്റിൽ ഒഴിവ് വന്നാൽ 6 മാസം വരെ ഉപതെരഞ്ഞെടുപ്പിന് സമയമുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വയനാട് ലോക്സഭാ സീറ്റിലെ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ചോദ്യത്തോടായിരുന്നു പ്രതികരണം. നിയമപരമായ തുടർ നടപടികൾക്ക് വിചാരണ കോടതി 30 ദിവസത്തെ സമയം നൽകിയിട്ടുണ്ടല്ലോ എന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. Section 151 of the Representations of the People's Act provides that whenever there is a vacancy, we have to do the by-election in 6 months' time. So this says, shall be held within a period of 6 months from the date of the occurrence of the vacancy. So vacancy has occurred and has been reported on 23rd/3/23 to us. So we have 6 months' time to do that election. And the second proviso also says of the section that remainder of the term of a member in relation to a vacancy is less than 1 year, then election will not be held. In this case, this is more than 1 year. So, as I mentioned, we have cleared the vacancies till February. And in this case, the trial court has given 30 days time for a judicial remedy. And therefore, there is no hurry to do it before exhausting that particular remedy which the Honorable Trial Court has afforded. We'll take a call after that. രാഹുൽ ഗാന്ധിയുടെ സഭാംഗത്വം റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷാംഗങ്ങൾ സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധം. സഭാ നടപടികൾ ആരംഭിച്ച് മിനിറ്റുകൾക്കുള്ളിലായിരുന്നു ഇരുസഭകളും തടസ്സപ്പെട്ടത്. പ്രതിപക്ഷാംഗങ്ങൾ നടത്തത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ലോക്സഭയിൽ നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭ 2 മണിവരെ നിർത്തിവെച്ചു. Now question number 401, Sri Satyavat Pachori. അതേസമയം രാഹുൽ ഗാന്ധിയുടെ അയോഗ്യതാ വിഷയത്തിൽ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ കോൺഗ്രസ് അവിശ്വാസ നോട്ടീസ് നൽകിയേക്കും. സ്പീക്കർ പക്ഷപാതപരമായി പെരുമാറുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നോട്ടീസ് നൽകാനാണ് നീക്കം. ഇതിനായി കോൺഗ്രസ് പ്രതിപക്ഷ നേതാക്കളുടെ പിന്തുണ തേടി. പ്രതിപക്ഷ പാർട്ടി നേതാക്കളുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ യോഗം ചേർന്നു. അദാനി വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി ആവശ്യപ്പെട്ട് തൃണമൂൽ MP-മാർ പാർലമെന്റിലെ അംബേദ്കർ പ്രതിമയ്ക്ക് മുന്നിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധിച്ചു. മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ രാജ്ഭവനിലേക്ക് ബ്ലാക്ക് മാർച്ച് നടത്തി. മ്യൂസിയം പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് രാജ്ഭവൻ സമീപത്ത് വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചു. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതിൽ പ്രതിഷേധിച്ചും ഡൽഹിയിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജബി മേത്തർ അടക്കമുള്ള MP-മാർക്കെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുമായിരുന്നു മാർച്ച്.
പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. അടിച്ചത് ദൃക്സാക്ഷി ഉണ്ടായിരുന്നു. വാഹനത്തിൽ വെച്ചും പോലീസ് സ്റ്റേഷനിൽ വെച്ചും ധാരാളം ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ CI അടക്കമുള്ള ആളുകൾ ഇതിനകത്ത് ഉത്തരവാദികളാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് തന്നെ ഏറ്റവും വലിയ മർദ്ദനത്തിന്റെ കേന്ദ്രമാണ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷൻ. ആ CIയുടെ നേതൃത്വത്തിലാണ് വരുന്ന വാദിയെയും പ്രതിയെയും തല്ലും. മനസ്സിലായില്ല? അവിടെ ഇതിനു മുമ്പ് തന്നെ കമ്മീഷണറുടെ മുമ്പിൽ പരാതിയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, 18 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരനെ വിളിച്ചു വരുത്തി അയാൾ പാന്റിന്റെ പോക്കറ്റിൽ കൈയിട്ട് നിന്നു എന്നതിന്റെ പേരിൽ അയാളെ തല്ലി, അയാളുടെ നട്ടലിന് വരെ പരിക്കേറ്റു. 18 വയസ്സുള്ള ഒരു കുട്ടിയെ 3-4 പേര് കൂടി തല്ലി. അതിന് CI ആണ് നേതൃത്വം കൊടുത്തത്. മർദ്ദന വീരനാണ് അവിടുത്തെ CI എന്ന് പറയുന്നത്, SHO എന്ന് പറയുന്നത്. ഈ കമ്മീഷണറുടെ മുമ്പിൽ അയാളെക്കുറിച്ചുള്ള പരാതിയുണ്ട്. എന്റെ മുമ്പിൽ ഈ പരാതിയുമായി തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ പിതാവ് വന്നപ്പോൾ ഞാൻ തന്നെ, അദ്ദേഹം എന്റെ മുമ്പിലിരുന്ന് പൊട്ടിക്കരയായിരുന്നു. നിയമസഭ എന്റെ റിട്ടയറിംഗ് റൂമിലിരുന്ന് എന്റെ മുമ്പിലിരുന്ന് ഈ ഉദ്യോഗസ്ഥൻ ഈ മകനെ തല്ലിയത് മുഴുവൻ വിശദീകരിച്ച്. ഞാൻ എന്നിട്ട് അദ്ദേഹം പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് നേരിട്ട് കമ്മീഷണറെ വിളിച്ച് പറഞ്ഞാണ് ഇത് പരിശോധിക്കണമെന്ന്. അത് പരിശോധിച്ചില്ല. അപ്പൊ കുറെ ആളുകൾ, ഈ CI ഉൾപ്പെടെ കുറെ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുണ്ട്. പാർട്ടിയുണ്ട് അതിന്റെ പുറകിൽ, ജില്ലയിലെ CPM ഉണ്ട്. അപ്പൊ അവര് പറയുന്നത് അനുസരിച്ചിട്ടാണ് ഇവിടെ തീരുമാനം എടുക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഒരു കാരണവശാലും അതിൽ തൃപ്തരല്ല. ഒരു കാരണവശാലും ഇത് ശരിയായ രീതിയല്ല. വലിയ പോയ ഒരാളെയാണ് സ്വല്പം നീക്കി വണ്ടി നിർത്തി എന്നതിന്റെ പേരിൽ അടിക്കുകയും പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ടുപോവുകയും വണ്ടിയിൽ വെച്ചും സ്റ്റേഷനിൽ വെച്ചും മർദ്ദിക്കുകയും ചെയ്തു. വഴിയെ കൂടെ നടന്നു പോകാൻ ആൾക്ക് തല്ലിക്കൊല്ലും പോലീസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇവിടെ ജീവിക്കുന്നത്? ഇത് ഇത്രയും ലാഘവത്വത്തോടു കൂടിയാണ് പോലീസ് കൈകാര്യം ചെയ്യുന്നത്. അത് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല. ശക്തമായ സമരപരിപാടികളുമായി ഞങ്ങൾ ഈ കാര്യത്തിൽ മുന്നോട്ട് പോകും. ഈ ബ്രഹ്മപുരം തീപിടുത്തത്തിലെ അവിടെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവായിരുന്നു. പക്ഷേ ഇന്നലെ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അത് ആരും തീ കത്തിച്ചതല്ല, തീ പിടുത്തമുണ്ടായതാണ്. അതിന്റെ കാരണം ഈ അന്തരീക്ഷത്തിലെ ചൂടാണ്. ഉപരിതലത്തിൽ 34 ഡിഗ്രിയും താഴെത്തട്ടിൽ 45 ഡിഗ്രിയും ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് തീ സ്വാഭാവികമായി കത്തിയെന്നാണ് പറയുന്നത്. ഇത് ഈ കമ്മീഷണറെ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ കരാറുകാരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിയമസഭയിൽ മന്ത്രി തന്നെ 10 മിനിറ്റ് ഈ കരാറുകാരന്റെ പ്രസക്തിയെക്കുറിച്ച് തുടരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കരാറുകാരൻ വലിയ ആളാണ്. അപ്പൊ എങ്ങനെയാണ് ഈ മുഖ്യമന്ത്രിയുടെ താഴെയുള്ള ഒരു കമ്മീഷണർക്ക് ഈ കരാറുകാരനെതിരായിട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നത്? നേരത്തെ തന്നെ അവിടെ തീ കത്തിച്ചിട്ടില്ല എന്നുള്ള നിലപാടാണ്, കരാറുകാരനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. മുഖ്യമന്ത്രി ഈ കരാറുകാരനെ ഒക്കത്തെടുത്തുകൊണ്ട് നടക്കുകയാണ്. കരാറുകാരനെ അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എന്തുകൊണ്ടാണ് 14 ദിവസം തീ നീണ്ടു നിന്നത്? സാധാരണ തീപിടുത്തം ഉണ്ടായാൽ തീ പിടിച്ച സ്ഥലം, കാട്ടുതീയായാലും ഇതുപോലത്തെ തീയായാലും തീ പിടിച്ച സ്ഥലത്തെ ഒറ്റപ്പെടുത്തി ബാക്കിയുള്ള സ്ഥലങ്ങളെ അത് മാറ്റും. ഇവിടെ അത് പറ്റിയില്ല. കാരണം ഒരേ സമയത്ത് 4-5 സ്ഥലത്ത് തീ പിടിച്ചു എന്ന് അവിടെ പോയ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാണ്. എങ്ങനെയാണ് വെയിലത്ത് 5 സ്ഥലത്ത് ഒരേ സമയത്ത് തീ പിടിക്കുന്നത്? മനഃപൂർവ്വമായിട്ട് ഇത് 54 കോടി രൂപയ്ക്ക് കരാറെടുത്തിട്ട് 11 കോടി രൂപ മേടിച്ച് പോക്കറ്റിലിട്ടിട്ട് ഒരു ലോഡ് പോലും അവിടെ നിന്ന് ഈ വേസ്റ്റ് നീക്കം ചെയ്തില്ല. അപ്പൊ അത് പരിശോധനയ്ക്കുള്ള സമയം വന്നപ്പോ കത്തിച്ചു കളഞ്ഞാണ്. ഇനിയിപ്പോ തെളിവില്ലല്ലോ. ഇയാൾ എത്ര ലോഡാണ് ഈ കരാറുകാരനെ ഇവിടെ നിന്ന് നീക്കം ചെയ്തത്? വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മറ്റു ചില വാർത്തകളിലേക്ക് പോയാൽ വധശ്രമ കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് ലക്ഷദ്വീപ് MP മുഹമ്മദ് ഫൈസലിനെ അയോഗ്യനാക്കിയ നടപടി പിൻവലിച്ചു. ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെതാണ് തീരുമാനം. ഫൈസൽ നൽകിയ ഹർജി ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കെയാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ അടിയന്തര തീരുമാനം. അയോഗ്യത പിൻവലിക്കാത്തതിനാൽ പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി നൽകിയത്. ഫൈസൽ കുറ്റക്കാരനാണെന്ന വിധി ജനുവരി 25-ന് കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. ദേവികുളം തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ നടപടിക്കെതിരെ എ രാജ സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തു. ഹൈക്കോടതി വിധി ഔദ്യോഗിക രേഖകൾ പരിശോധിക്കാതെയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. 1950-ന് മുൻപ് തന്റെ പൂർവികർ കേരളത്തിലേക്ക് കുടിയേറിയവരാണ്. വിവാഹം നടന്നത് ഹിന്ദു ആചാരപ്രകാരമാണെന്നും ഹൈക്കോടതി വിധി റദ്ദാക്കണമെന്നും അപ്പീലിൽ പറയുന്നു. അഭിഭാഷകൻ ജി പ്രകാശാണ് രാജിക്കായി ഹർജി ഫയൽ ചെയ്തത്. തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്തുള്ള M. സ്വരാജിന്റെ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. വൈകിട്ട് 4 മണിക്ക് ജസ്റ്റിസ് PB അജിത് കുമാറാണ് വിധി പറയുക. സ്വാമി അയ്യപ്പന്റെ പേര് പറഞ്ഞ് K. ബാബു വോട്ട് തേടിയത് തെരഞ്ഞെടുപ്പ് ക്രമക്കേടാണെന്ന് ആരോപിച്ചാണ് സ്വരാജിന്റെ ഹർജി. ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി തന്നെ വിജയിയായി പ്രഖ്യാപിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച K. ബാബു 992 വോട്ടുകൾക്കാണ് സ്വരാജിനെ പരാജയപ്പെടുത്തിയത്. അയ്യപ്പന് 1 വോട്ട് എന്നച്ചടിച്ച് മണ്ഡലത്തിൽ വിതരണം ചെയ്ത തെരഞ്ഞെടുപ്പ് സ്ലിപ്പുകളിൽ K. ബാബുവിന്റെ പേരും തെരഞ്ഞെടുപ്പ് ചിഹ്നവും ഉൾപ്പെടുത്തിയിരുന്നു.
സംസ്ഥാനത്തെ സ്കൂളുകളിലെ 1-ാം ക്ലാസ് പ്രവേശന പ്രായം 5 വയസ്സ് തന്നെയെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സമൂഹത്തെ വിശ്വാസത്തിലെടുത്തും ബോധ്യപ്പെടുത്തിയും മാത്രമേ പ്രവേശന പ്രായം സ്വാഭാവികമായും വർദ്ധിപ്പിക്കാൻ കഴിയൂ. അതിനാൽ 5 വയസ്സിൽ കുട്ടികളെ 1-ാം ക്ലാസ്സിൽ ചേർക്കണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾക്ക് അടുത്ത അക്കാദമിക് വർഷവും അതിനുള്ള അവസരമുണ്ടാക്കാനാണ് തീരുമാനമെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. സംസ്ഥാനത്ത് SSLC പരീക്ഷകൾ അവസാനിച്ചു. 4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. മലയാളം 2ാം പാർട്ടായിരുന്നു അവസാന ദിവസത്തെ പരീക്ഷ. ഹയർ സെക്കൻഡറി പരീക്ഷകൾ നാളെ അവസാനിക്കും. ഒന്നാം ഭാഷ ഭാഗം 2 പരീക്ഷയോടുകൂടി സംസ്ഥാനത്തെ SSLC എക്സാം ഇന്ന് പൂർണ്ണമായിരിക്കുകയാണ്. അതിന്റെ എല്ലാ ആശ്വാസവും സന്തോഷവും നമുക്ക് ഈ പിന്നിൽ കാണുന്ന ഈ ഒരു ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. SSLC പരീക്ഷ അവസാനിച്ചതിന്റെ വലിയൊരു സന്തോഷമാണ് എല്ലാ കുട്ടികളുടെയും മുഖത്തുള്ളത്. മഷിയും നിറങ്ങളും വാരിവിതറിയും പരസ്പരം യാത്ര പറഞ്ഞും വിദ്യാർത്ഥികൾ സ്കൂളുകളോട് യാത്ര പറഞ്ഞു. പരീക്ഷയെക്കുറിച്ച് പരാതികളില്ല. കണക്കും ഫിസിക്സും ഒന്ന് കുഴപ്പിച്ചെങ്കിലും മറ്റു പരീക്ഷകൾ എളുപ്പമായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ഏതെങ്കിലും എക്സാം പാടാകായിരുന്നോ? ഇനി എന്താ പരിപാടി? ഇനി കുറെ കരച്ചിലും വിരിച്ചിലും ഇനി അടുത്ത സ്റ്റേജിലോട്ടുള്ള പ്ലാനിങ് മറ്റു പരീക്ഷകളൊക്കെ പാടുണ്ടായിരുന്നു? ഏതെങ്കിലും എക്സാം? ഫിസിക്സ് ഇച്ചിരി പാടായിരുന്നു, മാത്സ് ഇച്ചിരി പാടായിരുന്നു, ബാക്കിയൊക്കെ ഈസി ആയിരുന്നു. ഹിന്ദി പാടായിരുന്നു, പിന്നെ ഫിസിക്സ്. 70 ക്യാമ്പുകളിലായി ഏപ്രിൽ 3 മുതൽ 26 വരെയാണ് മൂല്യനിർണ്ണയം നടക്കുക. സമാന്തരമായി ടാബുലേഷൻ ജോലികൾ ഏപ്രിൽ 5-ന് പരീക്ഷാ ഭവനിൽ ആരംഭിക്കും. 18,000-ഓളം അധ്യാപകരായിരിക്കും മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുക. നാളെ അവസാനിക്കുന്ന ഹയർ സെക്കൻഡറി VHSE പരീക്ഷയുടെ മൂല്യനിർണ്ണയം ഏപ്രിൽ 3-ന് ആരംഭിക്കും. ആദ്യ പരീക്ഷാ കടമ്പ കഴിഞ്ഞ് ആശ്വാസത്തോടു കൂടിയാണ് വിദ്യാർത്ഥികൾ സ്കൂൾ വിട്ടിറങ്ങുന്നത്. ഇനി പരീക്ഷാ ഫലത്തിനുള്ള കാത്തിരിപ്പാണ്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ സി വിനോദിനൊപ്പം നന്ദകുമാർ, ന്യൂസ് 18. ലൈഫ് മിഷൻ കോഴക്കേസിൽ M ശിവശങ്കറിന് കോടതിയുടെ വിമർശനം. നേരത്തെ ആരോഗ്യകാര്യങ്ങൾ പറഞ്ഞാണ് ജാമ്യമെടുത്തത്. അതിനുശേഷം സർവീസിൽ കയറി വിരമിക്കുന്നതുവരെ ജോലി ചെയ്തു. കൈക്കൂലി പണത്തിന്റെ വിഹിതം വിദേശ രാജ്യത്തേക്ക് കടത്തിയെന്ന ED ആരോപണം ഗൗരവമുള്ളതാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അർബുദ രോഗിയാണെന്നും ചികിത്സ തുടരുകയാണെന്നും അഭിഭാഷകൻ വാദിച്ചു. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്ത ശിവശങ്കറിന് വേണ്ടി ഹാജരായി. ജാമ്യഹർജി ഏപ്രിൽ 5-ന് പരിഗണിക്കാൻ മാറ്റി. വിചാരണ കോടതിയിൽ നിന്ന് രേഖകൾ വിളിച്ചുവരുത്താൻ കോടതി നിർദ്ദേശം നൽകി. വിവാദ പ്രസംഗത്തിൽ വിശദീകരണവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ആരെയും അപകീർത്തിപ്പെടുത്താനായി പറഞ്ഞതല്ലെന്നും അഴിമതിക്കാരെയാണ് ഉദ്ദേശിച്ചതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം സുരേന്ദ്രനെതിരെ കണ്ടോൺമെന്റ് പോലീസ് എടുത്ത കേസ് തൃശൂരിലേക്ക് മാറ്റി. ഞാൻ സത്യത്തിൽ ഒരു വിവാദത്തിനും ഉദ്ദേശിച്ച് നടത്തിയ ഒരു പരാമർശമല്ല. ഏതെങ്കിലും ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയ ഒരു പരാമർശമല്ല. ഞാൻ നടത്തിയ പരാമർശം സാമാന്യമായി കേരളത്തിലെ എല്ലാവരും ഒരു പൂതന എന്നുള്ള ഒരു പരാമർശം, അത് ഏതെങ്കിലും ഒരു വ്യക്തിയെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി ഞാൻ നടത്തിയതല്ല. അതൊരു ആസുരിക ശക്തിയുടെ പ്രതീകമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പരാമർശമാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയെ ഉദ്ദേശിച്ച് ഞാൻ പൂതന എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ വ്യക്തിക്ക് എനിക്കെതിരെ ഒരു കേസ് കൊടുക്കാം. ഇതിപ്പോ സംഭവിച്ചിരിക്കുന്നത് അഴിമതി. ഞാൻ പറയട്ടെ, എന്നെ വിശദീകരിക്കാൻ സമ്മതിക്കൂ. അഴിമതിക്കാർ തടിച്ചു കൊഴുക്കുന്നു എന്നുള്ളത് കേരളത്തിൽ ആദ്യമായിട്ടാണോ ഒരാൾ പരാമർശം നടത്തുന്നത്? അഴിമതിക്കാരായ ഞാൻ എന്റെ പ്രസംഗം മുഴുവൻ കേൾക്കാതെ കുബുദ്ധികളായിട്ടുള്ള ചില ആളുകള് പിന്നെ അതിലൊരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് ഞാൻ പ്രസംഗിച്ചതിന്റെ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം. സ്ത്രീ ശാക്തീകരണത്തിന്റെ വക്താക്കളായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന CPMന്റെ വനിതാ നേതാക്കൾ കുടുംബശ്രീയും മൻരേഗയും അടക്കമുള്ള പദ്ധതികളിൽ നിന്ന് തട്ടിപ്പ് നടത്തി വൻതോതിൽ തടിച്ചുകൊടുത്ത് പൂതനകളെപ്പോലെ സ്ത്രീകളെ ആക്ഷേപിക്കുകയാണ് കേരളത്തിൽ. ഇതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിലേതെങ്കിലും തരത്തിൽ വ്യക്തിപരമായ ആരെയും ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടില്ല. അങ്ങനെ അഴിമതിക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചുള്ള ഒരു ജനറൽ പരാമർശം മാത്രമാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. CPM നേതൃയോഗങ്ങൾക്ക് തുടക്കം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിച്ച ജനകീയ പ്രതിരോധ യാത്രയുടെ അവലോകനം സെക്രട്ടേറിയറ്റിലുണ്ടാകും. നാളെയും മറ്റന്നാളുമായി സംസ്ഥാന സമിതിയും
ചേരും. പ്രതിരോധ ജാഥ വലിയ വിജയമായിരുന്നു എന്നാണ് പാർട്ടിയുടെ പ്രാഥമിക വിലയിരുത്തൽ. രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള കേന്ദ്ര നടപടിയും അതിൽ CPM നിലപാടുമായി ബന്ധപ്പെട്ട അവ്യക്തതകളും ചർച്ചയ്ക്ക് വരും. യാത്രയിൽ നിന്ന് ആദ്യം വിട്ടുനിന്നും പിന്നീട് പങ്കെടുത്തും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ EP ജയരാജന്റെ നടപടികളും P ജയരാജനെതിരെ EP ജയരാജൻ ഉന്നയിച്ച പരാതിയും യോഗം ചർച്ച ചെയ്തേക്കും. അരിക്കൊമ്പനെ നിലവിലെ പ്രദേശത്ത് നിന്നും മാറ്റേണ്ടത് അനിവാര്യമെന്ന് വനംവകുപ്പ്. അരിക്കൊമ്പൻ അപകടകാരിയെന്ന് വനംവകുപ്പിന് സത്യവാങ്മൂലം നൽകി. അരിക്കൊമ്പൻ ദൌത്യത്തിനെതിരെ ഉള്ള ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ഡാനി പോൾ ചേർന്നു. ഡാനി, എന്തൊക്കെയാണ് വനംവകുപ്പിന്റെ ഇതുമായി ബന്ധപ്പെട്ട വാദം? രഞ്ജിത്ത്, അരിക്കൊമ്പൻ പിടികൂടുന്ന കാര്യത്തിൽ നേരത്തെ തടസ്സവാദങ്ങൾ ഉന്നയിച്ച് സമർപ്പിച്ച ഹർജി, ഈ ഹർജിക്ക് വനം വകുപ്പ് സത്യവാങ്മൂലം സമർപ്പിച്ചു. അക്കാര്യത്തിൽ അരിക്കൊമ്പനെ പിടികൂടേണ്ടത് അനിവാര്യം തന്നെയാണ്, അപകടകാരിയായ ഒരു ആനയാണ് അരിക്കൊമ്പൻ എന്നതടക്കമുള്ള കാര്യങ്ങൾ സത്യവാങ്മൂലത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ വ്യക്തമായിട്ട് തന്നെ ആനയെ പിടികൂടി ഒന്നുകിൽ കോടനാട്ടേക്ക് മാറ്റുന്നതിനെതിരെയാണ് ഈ ഹർജി വന്നിരിക്കുന്നത്. ഈ മൃഗ സംരക്ഷണ ഹർജി വന്നിരിക്കുന്നത് അതിൽ ഒന്നുകിൽ കോടനാട്ടേക്ക് മാറ്റുക അല്ലെങ്കിൽ റേഡിയോ കോളർ ഘടിപ്പിച്ചുകൊണ്ട് വനത്തിനകത്തേക്ക് തുറന്നുവിടുകയോ ചെയ്യുമെന്നാണ് ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിലെ പ്രദേശത്ത് നിന്നും ആനയെ മാറ്റേണ്ടതാണ്. കാരണം അത്യന്തം അപകടകാരിയായ ആനയാണ് അരിക്കൊമ്പൻ എന്ന് വിളിക്കപ്പെടുന്ന ഈ ആന. അതുകൊണ്ട് ഇവിടെ നിന്ന് മാറ്റേണ്ടതാണെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു. അതിന് ആനുപാതികമായ ഒരു കണക്ക് സമർപ്പിക്കുന്നുണ്ട്. 2005 മുതൽ ചിന്നക്കലാൻ പ്രദേശത്ത് ഏതാണ്ട് 34 പേർ ഈ ആനയുടെ ആക്രമണം മൂലം കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 7 പേരുടെ മരണം ഉണ്ടാകുന്നത് അരിക്കൊമ്പന്റെ ആക്രമണം മൂലമാണെന്ന് ഇതിൽ വ്യക്തമാക്കുകയും ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെയാണ് കഴിഞ്ഞ 3 മാസത്തിനിടെ 31 കെട്ടിടങ്ങൾ തകർത്തിട്ടുണ്ട്. 2017 മാത്രം തകർത്തത് 52 വീടുകളും കടകളുമാണ്. അതുകൊണ്ട് തന്നെ ഈ ആനയെ പിടികൂടേണ്ടത് അനിവാര്യത തന്നെയാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു. നേരത്തെയും പിടികൂടിയിരുന്നു, പക്ഷേ തിരിച്ചെത്തുകയായിരുന്നു. പിടികൂടി വനത്തിൽ തുറന്നുവിട്ടിരുന്നു, പക്ഷേ വീണ്ടും തിരിച്ചെത്തുകയായിരുന്നു ചെയ്തിരുന്നത്. ഇതിൽ മറ്റൊന്ന് അരിക്കൊമ്പനെ പെരിയാർ കടുവ സങ്കേതത്തിലേക്ക് മാറ്റുന്നതിനെതിരെ പ്രദേശവാസികളുടെ ഒരു പ്രതിഷേധവും ഉയരുന്നുണ്ട്. ഇതും ഇക്കാര്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും അരിക്കൊമ്പനെ പിടികൂടേണ്ടതിന്റെ ഒരു അനിവാര്യത, നാട്ടുകാരുടെ ഒരു പൊതുവികാരം, ഇതെല്ലാം തന്നെ പ്രതിഫലിക്കുന്നതാണ് വനം വകുപ്പിന്റെ ഈ പറഞ്ഞിരിക്കുന്ന സത്യവാങ്മൂലം. കഴിഞ്ഞ ദിവസം സത്യവാങ്മൂലത്തിൽ കോടനാട്ടേക്ക് മാറ്റുന്നതിനെതിരെയായിരുന്നു സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നത്. അതിൽ പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് ഇത് സംബന്ധിച്ച ഉത്തരവിൽ അവ്യക്തതകളുണ്ട്, അതിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഉത്തരവുമായി ഈ നടപടികളിൽ സംശയിച്ചാണ് ഈ ഹർജി വന്നിരുന്നത്. അതിനെതിരെ വിശദമായ രീതിയിലുള്ളൊരു സത്യവാങ്മൂലം തന്നെ സമർപ്പിച്ചിരിക്കുന്നു. വ്യക്തമായ കണക്കുകളോടെ എത്ര കണ്ട് അപകടകാരിയാണ് അരിക്കൊമ്പനെന്നും അതോടൊപ്പം തന്നെ ആ പ്രദേശവാസികൾക്ക് എത്രമാത്രം നാശം വിതച്ചിട്ടുണ്ടെന്നും അതെല്ലാം തന്നെ വ്യക്തമായ രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അരിക്കൊമ്പനെ പിടികൂടിയാൽ തന്നെ, അരിക്കൊമ്പനെ മയക്കുപിടി വെച്ചാൽ തന്നെ ചെയ്യാവുന്ന രീതികൾ റേഡിയോ കോളർ ഘടിപ്പിച്ച വനത്തിനകത്തേക്ക് തുറന്നുവിടുക, അങ്ങനെയെങ്കിലും നിരീക്ഷണ സംവിധാനം ശക്തമാക്കാൻ കഴിയും. ഒപ്പം തന്നെ കോടനാട്ടേക്ക് മാറ്റി. ഈ 2 ആശയങ്ങളാണ് മുന്നിലുള്ളത്. ഇതാണ് കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിട്ടുള്ളത്. വാദം തുടരുകയാണ്. രഞ്ജിത്ത്. ശരി, മറ്റു ചില വാർത്തകളിലേക്ക്. ബഫർ സോൺ വിഷയം സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് വിക്രം നാഥ്, ജസ്റ്റിസ് സഞ്ജയ് കൌൾ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ജനവാസ മേഖലയിൽ ഇളവുകൾ നൽകുന്ന അടക്കമുള്ള അപേക്ഷകൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. ഇടവേള. അട്ടപ്പാടി മധു വധക്കേസിൽ മണ്ണാർക്കാട് SC/ST പ്രത്യേക കോടതി നാളെ വിധി പറയും. 16 പ്രതികളുള്ള കേസിൽ മുഴുവൻ പ്രതികൾക്കും ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മധുവിന്റെ കുടുംബം. അട്ടപ്പാടിയിൽ ആൾക്കൂട്ടമർദ്ദനത്തിനിരയായി ആദിവാസി യുവാവ് മധു കൊല്ലപ്പെട്ട കേസിൽ മണ്ണാർക്കാട് SC/ST കോടതിയാണ് വിധി പറയുന്നത്. സംഭവം നടന്ന് 4 വർഷങ്ങൾക്ക് ശേഷം വിധി പറയുമ്പോൾ നീതി പുലരുമെന്ന പ്രതീക്ഷയിലാണ് മധുവിന്റെ കുടുംബം. 2018 ഫെബ്രുവരി 22-നാണ് മധു കൊല്ലപ്പെടുന്നത്. പ്രതികളെല്ലാം മധുവിന്റെ നാട്ടുകാർ തന്നെ. അതിൽ രാഷ്ട്രീയ സ്വാധീനമുള്ളവരും പണക്കാരുമുണ്ട്. അതിനാൽ ഒട്ടേറെ ഭീഷണികളും സമ്മർദ്ദങ്ങളും മധുവിന്റെ കുടുംബത്തിന് നേരിടേണ്ടി വന്നു. ശിക്ഷ കിട്ടുമെന്ന് തന്നെ എൻ്റെ പോരാട്ടം, കിട്ടിയിരിക്കണം, അത്രേ ഉള്ളൂ. ഏറെ സംഭവബഹുലമായിരുന്നു കേസിന്റെ വിചാരണക്കാലം. 2022 ഏപ്രിൽ 28-നാണ് സാക്ഷി വിസ്താരം തുടങ്ങിയത്. എന്നാൽ സാക്ഷികൾ നിരന്തരം കൂറുമാറി തുടങ്ങിയതോടെ മധുവിന്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചു. വിസ്താരം നിർത്തിവെക്കാൻ നിർദ്ദേശിച്ച ഹൈക്കോടതി സാക്ഷികൾക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ടു. 2022 ജൂലൈ 18-നാണ് വിസ്താരം പുനരാരംഭിക്കുന്നത്. പരമാവധി അവർക്ക് ശിക്ഷ കിട്ടണം തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം എൻ്റെ മധുവിന് നീതി കിട്ടണം. അവൻ അനുഭവിച്ച
വേദന എൻ്റെ മനസ്സിൽ നിന്ന് മാറില്ല. അതുപോലെ ഞങ്ങളും അവൻ മരിച്ചതിന് ശേഷം അനുഭവിച്ച വേദനകളും മാറില്ല. പ്രോസിക്യൂഷൻ 103 സാക്ഷികളെ വിസ്തരിച്ചു. 24 പേർ കൂറുമാറി. കൂറുമാറിയ ഒരാൾ പിന്നീട് കോടതിയിൽ പ്രോസിക്യൂഷന് അനുകൂലമായി മൊഴി നൽകിയത് നിർണായകമായി. മാർച്ച് 10-നാണ് കേസിൽ അന്തിമവാദം പൂർത്തിയായത്. അട്ടപ്പാടി മധുക്കേസിൽ കഴിഞ്ഞ 4 വർഷമായി നീതിക്കായുള്ള കാത്തിരിപ്പിലാണ് മധുവിന്റെ കുടുംബം. നാളെ കോടതി വിധി പറയാനൊരുങ്ങുമ്പോൾ നീതി കിട്ടുമെന്ന പ്രതീക്ഷയാണ് ഇവർക്ക്. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. മധു കേസിൽ പ്രതികൾക്ക് ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് രാജേഷ് എം മേനോൻ. സാക്ഷികളുടെ കൂറുമാറ്റം ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ നേരിട്ടെങ്കിലും അതെല്ലാം കോടതിയെ ബോധിപ്പിക്കാൻ കഴിഞ്ഞുവെന്ന ആത്മവിശ്വാസമുണ്ടെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. മധു കേസിൽ വിധിക്കായുള്ള കാത്തിരിപ്പാണ്. ഈ കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ അഡ്വക്കേറ്റ് രാജേഷ് എം മേനോൻ നമ്മളോടൊപ്പം ചേരുന്നു. ഇനി വിധിയാണുള്ളത്. നമ്മുടെ ഒരു പ്രതീക്ഷകൾ എന്തെല്ലാമാണ്? തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് ഒരു നല്ല റിസൾട്ട് കേസിന് ഉണ്ടാവുമെന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷന് ഇപ്പോൾ ആത്മവിശ്വാസമുള്ളത്. കാരണം ഉണ്ടായിരുന്ന തുടക്കത്തിലൊക്കെ ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാനുണ്ടാവുന്ന ഒരു കേസാണിത്. ഒരുപാട് നിയമപ്രശ്നങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഓരോ വഴികളിലും നമ്മൾ മറുപടി പറയേണ്ടി വന്നിട്ടുണ്ട്. അത് ഏറെക്കുറെ നല്ല രീതിയിൽ തന്നെ മറുപടി പറയാനും പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ നിയമപ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താനും ഒക്കെ ഈ കേസിൽ കഴിഞ്ഞിട്ടുണ്ട്. അത് നല്ല രീതിയിൽ കേസിന് നന്നായി തന്നെ വരുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് പ്രോസിക്യൂഷനുള്ളത്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടത്തിൽ ഇപ്പം 2022 ഏപ്രിൽ 28-നാണ് ആദ്യത്തെ സാക്ഷി വിസ്താരം തുടങ്ങുന്നത്. പിന്നീട് ഉള്ള സാക്ഷി അവരുടെ കുടുംബമായ ചന്ദ്രൻ എന്ന് പറയുന്ന ആൾ കൂറുമാറുന്നു. ഹൈക്കോടതി വിസ്താരം നിർത്തിവെക്കാൻ പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നൊരു കൂറുമാറ്റമാണ് കണ്ടത്. ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നൊരു വെല്ലുവിളി എന്ന് പറയുന്നത് പിന്നീട് എങ്ങനെയായിരുന്നു ഈ ഒരു ഇതിനെ തരണം ചെയ്യുകയും ചെയ്തത്? അല്ല, തീർച്ചയായിട്ടും അറിയാമല്ലോ, പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം സാക്ഷികളുടെ കൂറുമാറ്റം എപ്പോഴും കേസിനെ ദോഷകരമായി ബാധിക്കുന്നൊരു സംഭവമാണ്. അത് പിടിച്ചുകെട്ടുക ദുഷ്കരവുമാണ്. നിലവിലുള്ള നിയമവ്യവസ്ഥയിൽ ആ കൂറുമാറ്റങ്ങൾ പാടെ തടയുന്ന രീതിയിൽ ഒരു പ്രോസിക്യൂഷൻ നിലപാടെടുക്കുന്നത് വളരെ ദുഷ്കരമായൊരു സംഭവമാണ്. നമ്മളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ ചില സാക്ഷികൾ പോലും പ്രതിഭാഗത്തിൻ്റെ ഒപ്പം കോടതിയിലേക്ക് വരുന്ന കാഴ്ചകളൊക്കെ ചിലപ്പോൾ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങ് ഈ കേസിലെ 4ാമത്തെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. ഈ ചുമതല ഏൽക്കുന്ന സമയത്ത് ഇത് തന്നെയായിരുന്നു, അതായത് പ്രോസിക്യൂഷനൊപ്പമുള്ള സാക്ഷികളെ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളത് തന്നെയായിരുന്നു ഇതിൽ ഏറ്റവും വലിയ ടാസ്ക് ആയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നോ? അല്ല, കനത്ത വെല്ലുവിളി എപ്പോഴും സാക്ഷികൾ നമ്മൾ ഒരു സാക്ഷികളോടും കാണാത്ത കാര്യം കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള പ്രോസിക്യൂഷൻ അല്ല ഇവിടെയുള്ളത്. കണ്ട കാര്യങ്ങൾ, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അത് പറയണമെന്ന് മാത്രമേ പ്രോസിക്യൂഷൻ എല്ലാ കാലത്തും ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അത് മാത്രമാണ് എല്ലാ സാക്ഷികളോടും പറഞ്ഞിട്ടുള്ളത്. അവർ കണ്ടിട്ടുള്ളതും അവർ നേരിട്ട് അറിയുന്നതുമായ കാര്യങ്ങൾ അത് പറയണം. അതിനാണ് സാക്ഷി. അത് പറയുന്നില്ലെങ്കിൽ അത് ശരിക്കും ജുഡീഷ്യൽ സിസ്റ്റത്തിനെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. സാക്ഷി കണ്ടത് പറയണം. അതുകൊണ്ടാണല്ലോ സാക്ഷി എന്ന് പറയുന്നത്. കണ്ടത് പറയാനുള്ള ആളാണ്. പക്ഷെ അയാളത് പറയില്ല. അതാണ് അയാളുടെ പ്രഥമമായ ആ ഡ്യൂട്ടി അയാൾ ചെയ്യില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിൽ എന്താണ് കാരണമെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അത് ഇല്ലാതെയാക്കാനുള്ള എല്ലാ ശ്രമവും പ്രോസിക്യൂഷൻ ഭാഗത്തുണ്ടാവും. അത് ഈ കേസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്രതികൾ നിരന്തരമായിട്ട് സാക്ഷികളെ വിളിച്ചിരുന്നു എന്നതിൻ്റെ തെളിവുകൾ അതെല്ലാം ഈ കേസിൽ വളരെ നിർണായകമാകുന്നു തന്നെയല്ലേ കരുതുന്നത്? അല്ല, അത് തീർച്ചയായിട്ടും അതിൽ പ്രതികൾ ഈ സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ലെന്നും അത് സ്വാധീനിച്ചത് അവരുടെ ഒരു സബ്സിക്വൻറ്റ് കോണ്ടാക്റ്റിൻ്റെ ഭാഗമായിട്ട് എടുക്കാമെന്നുള്ള ഒരു തീരുമാനം വന്നത് ഈ കേസിലാണ്. മറ്റൊരു വാർത്തയിലേക്ക്. തൃപ്പൂണിത്തുറ കസ്റ്റഡി മരണത്തിൽ അന്വേഷണം തുടരുകയാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കെ സേതുരാമൻ. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. എസ് ഐ മരിച്ച മനോഹരനെ അടിച്ചതായി തെളിഞ്ഞതുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്തത്. ഒപ്പമുണ്ടായിരുന്ന പോലീസുകാർ മർദ്ദിച്ചതായി തെളിവില്ലെന്നും കമ്മീഷണർ പറഞ്ഞു. അല്ല, അന്വേഷണം ഇപ്പോൾ വളരെ ഇന്നലൊക്കെ പോയി ചെക്ക് ചെയ്തു, CCTV പരിശോധിച്ചിരുന്നു. അപ്പോൾ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അന്വേഷണത്തിൻ്റെ അവസാനം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. മരണകാരണം എന്താണെന്ന് മനസ്സിലായില്ല, പറയാൻ പറ്റത്തില്ല. ഇല്ല, ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഡിസ്ട്രിക്ട് ക്രൈം ബ്രാഞ്ച് DSP പയസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അന്വേഷണത്തിലെ കാര്യത്തിൽ നമുക്ക് കൂടുതൽ പറയാൻ പറ്റത്തില്ലല്ലോ. അദ്ദേഹം ആത്മാർത്ഥമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അന്ന് ആക്ച്വലി SIക്കെതിരായിട്ടുള്ള ആരോപണം ഉണ്ടായിരുന്നു. അദ്ദേഹം അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇമ്മീഡിയറ്റ് സസ്പെൻഡ് ചെയ്തു. ചാലക്കുടി പരിയാരത്ത് വാഹനാപകടത്തിൽ 2 പേർ മരിച്ചു. കാൽനട യാത്രക്കാരി പരിയാരം ചില്ലായി
അന്നു, കാർ യാത്രക്കാരി, കൊന്നക്കുഴി കാരിപ്പായി ആനി എന്നിവരാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട കാർ കാൽനട യാത്രക്കാരിയെ ഇടിച്ച ശേഷം മതിലിടിച്ചാണ് നിന്നത്. പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണ്. വാഹന പരിശോധനയ്ക്ക് ഗതാഗത വകുപ്പും പോലീസും മാർഗനിർദ്ദേശങ്ങൾ ഇറക്കണമെന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് പാലിക്കാതെ സർക്കാർ. മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ട് 1.5 വർഷം പിന്നിട്ടിട്ടും ഗതാഗത വകുപ്പ് തുടർ നടപടികൾ എടുത്തിട്ടില്ല. വാഹന പരിശോധന സുരക്ഷിതമായി നടത്തുന്നത് സംബന്ധിച്ച് പോലീസ് ഗതാഗത വകുപ്പ് അധികൃതർ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്ന് 2021 നവംബറിലായിരുന്നു മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത്. ഇക്കാര്യം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു. ഇക്കാര്യത്തിൽ സ്വീകരിച്ച നടപടികൾ ആഭ്യന്തര ഗതാഗത സെക്രട്ടറിമാർ 2 മാസത്തിനുള്ളിൽ കമ്മീഷനിൽ സമർപ്പിക്കണമെന്നും ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശം നൽകിയിരുന്നു. 2021 നവംബർ 5-ന് കോഴിക്കോട് ചെലവൂർ ഗോപിക ഹോട്ടലിന് സമീപം വളവിൽ മറഞ്ഞുനിന്ന് ട്രാഫിക് പോലീസ് വാഹനങ്ങൾ കൈകാണിച്ചതിനെതിരെ സമർപ്പിച്ച പരാതിയിലായിരുന്നു ഉത്തരവ്. എന്നാൽ ഗതാഗത വകുപ്പ് സൗകര്യപൂർവ്വം ഉത്തരവ് അട്ടിമറിച്ചു. ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്ത പരാതിയിൽ നടപടിയെടുക്കുകയും ഗതാഗത വകുപ്പ് സെക്രട്ടറിനോടും ആഭ്യന്തര സെക്രട്ടറിനോടും ഇത്തരം പരിശോധനകൾ ഒഴിവാക്കണമെന്നും പരിശോധനകൾക്ക് ഒരു നിബന്ധനകളോ അതല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, ഭീതിയില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കണം, പരിശോധിക്കണം, അതുവേണ്ട നിർദ്ദേശങ്ങൾ നൽകണം എന്നൊക്കെ ഉത്തരവ് പുറപ്പെടുവിച്ചതാണ്. പക്ഷെ അതിലൊന്നും കാര്യമായിട്ട് നടപടികൾ വരുന്നില്ല. ഇരുചക്ര വാഹനത്തിലെത്തിയ ഇരുമ്പനം സ്വദേശി മനോഹരൻ പോലീസ് കസ്റ്റഡിയിൽ മരിച്ചത് വാഹന പരിശോധനയ്ക്ക് പിന്നാലെയാണ്. വളവുകളിലും സുരക്ഷിതമല്ലാത്ത ഇടങ്ങളിലും വാഹന പരിശോധന ഒഴിവാക്കണമെന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിന് ഗതാഗത വകുപ്പ് വില കൽപ്പിക്കാത്തതിന്റെ ഇരയാണ് മനോഹരനെന്നും മനുഷ്യാവകാശ പ്രവർത്തകർ ആരോപിക്കുന്നു. ന്യൂസ് 18 കോഴിക്കോട്. പാലക്കാട് മീനാക്ഷിപുരത്ത് ബസ് തടഞ്ഞ് സ്വർണം തട്ടിയെടുത്ത കേസിൽ 2 CPM പ്രവർത്തകർ പിടിയിൽ. ചിറ്റൂർ വിളയോടി അത്തിമണി ശ്രീജിത്ത് എന്ന വെള്ള, പാലക്കാട് പട്ടാണിത്തെരുവ് നൂറണി ബവീർ എന്നിവരെയാണ് മീനാക്ഷിപുരം പോലീസ് അറസ്റ്റ് ചെയ്തത്. ശ്രീജിത്ത് അത്തിമണി CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗവും ബവീർ മുൻ MLA P ഉണ്ണിയുടെ ഡ്രൈവറുമായിരുന്നു. ഈ മാസം 26-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. തൃശൂരിലെ സ്വർണ്ണ വ്യാപാരി തമിഴ്നാട് മധുരയിൽ സ്വർണ്ണാഭരണങ്ങൾ ഓർഡർ കിട്ടുന്നതിനായി കാണിച്ച് മടങ്ങി വരുമ്പോഴാണ് കവർച്ച നടന്നത്. കൊച്ചി കോർപ്പറേഷൻ ബജറ്റ് ചർച്ചയ്ക്കിടെ പ്രതിപക്ഷ ബഹളം. ബ്രഹ്മപുരം തീപിടുത്തം, പ്രതിപക്ഷ കൗൺസിലർമാർക്കെതിരായ പോലീസ് നടപടി എന്നിവയിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിപക്ഷ ബഹളം. ബാനറുകളുമായാണ് പ്രതിപക്ഷം കൗൺസിൽ ഹാളിന്റെ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചത്. ഭരണപക്ഷാംഗങ്ങൾ പ്രതിപക്ഷത്തെ സംസാരിക്കാൻ സമ്മതിക്കാതെ ബഹളം വച്ചു. ഇറങ്ങിപ്പോയ പ്രതിപക്ഷം കോർപ്പറേഷൻ മുറ്റത്ത് സമാന്തര ബജറ്റ് ചർച്ച നടത്തി. ബജറ്റ് സമ്പൂർണ്ണ പരാജയമാണെന്നും മാലിന്യ സംസ്കരണത്തെ സംബന്ധിച്ച് മേയർക്ക് വ്യക്തമായ ധാരണയില്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു. സെക്രട്ടേറിയറ്റിലെ നോർത്ത് ഗേറ്റ് അഥവാ സമര ഗേറ്റ് തുറന്നു. നവീകരണത്തിന്റെ പേരിൽ 3 വർഷം മുൻപ് കോവിഡിനെ തുടർന്ന് സ്ഥിരമായി അടച്ച ഗേറ്റാണ് തുറന്നത്. സർക്കാരിനെതിരെ സമരം ശക്തമായത് ഗേറ്റ് തുറക്കുന്നത് വൈകിച്ചു. ഇനിയും സമരങ്ങളുണ്ടായാൽ ഗേറ്റ് അടച്ചിടും. മിനിസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ളതായ മന്ത്രിമാരുടെ വാഹനങ്ങളാണ് ഇന്ന് ഇതിലേക്ക് കടത്തിവിടുന്നത്. എന്നാൽ പുറത്തുനിന്ന് വരുന്നതായ വിസിറ്റേഴ്സിൻ്റെ എൻട്രി റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിന് എന്ത് നിലപാടാണോ സ്വീകരിച്ചത് അവർ ബാക്ക് ഗേറ്റിൽ പോയിട്ട് പാസ് എടുത്തിട്ട് വിസിറ്റേഴ്സ് അതുവഴി വരും. വിസിറ്റേഴ്സിൻ്റെ വാഹനങ്ങളോ വിസിറ്റേഴ്സിനെയോ നമ്മൾ ഈ ഗേറ്റിൽ കൂടി എൻട്രി പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്ക് ഇതുവഴി പാസ് വീണ്ടും സമരങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ആ സമയം തന്നെ നമ്മൾ ഈ ഗേറ്റ് ക്ലോസ് ചെയ്യും. പൊതുജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദം ആയ രീതിയിലുള്ളതായ എൻട്രി സെക്രട്ടേറിയറ്റിലേക്ക് അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അനുവദിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ലോ കോളേജിൽ റെഗുലർ ക്ലാസുകൾ നാളെ തുടങ്ങും. ഈ അധ്യയന വർഷത്തിൽ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് തീരുമാനം. അധ്യാപകരെ ഉൾപ്പെടുത്തി അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ച് സസ്പെൻഡ് ചെയ്ത SFI പ്രവർത്തകരുടെ ഭാഗം കേൾക്കും. അതിനുശേഷം സസ്പെൻഷൻ പിൻവലിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കും. കോളേജ് സുഗമമായി നടത്താൻ സ്റ്റാഫ് കൗൺസിൽ ചേർന്ന് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച ചെയ്യും. ലോ കോളേജിലെ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ ADM-ന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം.
ചരിത്രപ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹം ശതാബ്ദിയിലേക്ക് സംസ്ഥാന സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും സാമുദായിക സംഘടനകളും വിവിധ പരിപാടികളുമായി ശതാബ്ദി ആഘോഷം സംഘടിപ്പിക്കുന്നു. സത്യാഗ്രഹം 603 ദിവസം നീണ്ടുനിന്നതിനാൽ അത്രയും ദിവസത്തെ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പൊതുവഴിയിലൂടെ എല്ലാവർക്കും സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുക. കേരളത്തിന്റെ തന്നെ സാമൂഹിക പരിഷ്കരണത്തിൽ നിർണായകമായ ഈ ചരിത്ര സമരമാണ് വൈക്കം സത്യാഗ്രഹം. 1924 മാർച്ച് 30-നാണ് സത്യാഗ്രഹം തുടങ്ങിയത്. സത്യാഗ്രഹത്തിന്റെ 100-ാം വർഷത്തിൽ സർക്കാരും രാഷ്ട്രീയ സംഘടനകളും സാമുദായിക സംഘടനകളുമെല്ലാം വൻ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ആഘോഷ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഏപ്രിൽ 1-ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും ചേർന്ന് നിർവഹിക്കും. പരിപാടി ചരിത്ര സംഭവമാക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് സർക്കാർ. വൈക്കത്തിന്റെ ഈ കായലോര ബീച്ച് അതിന് സാക്ഷ്യം വഹിക്കുമ്പോൾ അതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഇവിടെ പൂർത്തീകരിച്ചു വരുന്നു. പന്തലിന്റെ നിർമ്മാണം ഏതാണ്ട് 15,000 സീറ്റിംഗ് ഉള്ള പന്തലാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. ഒരേ സമയം തന്നെ 30,000-ഓളം പേർക്ക് നേരിട്ട് നമുക്ക് സ്റ്റേജിലെ പ്രോഗ്രാമുകളെല്ലാം കാണുന്ന തരത്തിലാണ് നമ്മൾ ആ വേദി തന്നെ ഇപ്പോൾ അതിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയെ എത്തിച്ചാണ് കോൺഗ്രസ് പരിപാടികൾക്ക് തുടക്കമിടുന്നത്. നാളെ ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ് സമ്മേളനം. കേരളത്തിലെ ഏറ്റവും സ്പീക്കിംഗ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ഇൻസിഡന്റ് ആണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. കോൺഗ്രസ് എന്ത് രാഷ്ട്രീയത്തെയാണ് വിഭാവനം ചെയ്തത് എന്ന്, എങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന രാജ്യത്തെയും ഈ കേരളത്തെയും ഒക്കെ ഉരുവാക്കിയെടുത്തത് എന്ന് ഇന്നത്തെ തലമുറയോട് ഏറ്റവും ആധികാരികമായി പറയാൻ കഴിയുന്ന ഒരു അവസരമായി കൂടിയാണ് കോൺഗ്രസ് പാർട്ടി ഇതിനെ കാണുന്നത്. സംഘപരിവാർ സംഘടനകളും 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. SNDP, NSS ഉൾപ്പെടെ വിവിധ സാമുദായിക സംഘടനകളും പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുമ്പോഴും ജാതീയമായ വേർതിരിവുകൾ തുറന്നു കാട്ടുന്നതാണ് വൈക്കത്തെ ചില കാഴ്ചകൾ. സർക്കാരും രാഷ്ട്രീയ സംഘടനകളും സാമുദായിക സംഘടനകളും. പക്ഷേ വൈക്കത്ത് വന്ന പ്രചരണ ബോർഡുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം ഇവരുടെ ജാതിയും മതവും ഒക്കെ മനസ്സിലാകും. NSSും ആഘോഷ പരിപാടികൾ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ അതിന്റെ ബോർഡുകൾ ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല. അതിലും മന്നം മാത്രമാണുള്ളതെങ്കിൽ ഗംഭീരം. സവർണ അവർണ ഭേദമില്ലാതെ എല്ലാവരും ചേർന്ന് നടത്തിയ പോരാട്ടമായിരുന്നു വൈക്കം സത്യാഗ്രഹം. എന്നാൽ അതിന്റെ ശതാബ്ദി വർഷത്തിൽ നമ്മളിവിടെ ജാതി പറഞ്ഞ് കളിക്കുകയാണ്. ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. നടൻ മുരളിയുടെ ഓർമ്മയ്ക്കായി കേരള സർവകലാശാല നാടകോത്സവവും പുസ്തകോത്സവവും സംഘടിപ്പിക്കും. നാളെ സെനറ്റ് ഹാളിൽ പരിപാടി മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. ഏപ്രിൽ 4 വരെയാണ് പരിപാടി. സമാപന സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. കായിക വാർത്തകൾ. കുറസാവോയ്ക്കെതിരായ സൗഹൃദ മത്സരത്തിൽ അർജന്റീനയ്ക്ക് വമ്പൻ ജയം. എതിരില്ലാത്ത 7 ഗോളുകൾക്കാണ് അർജന്റീനയുടെ ജയം. മത്സരത്തിൽ ലയണൽ മെസ്സി ഹാട്രിക് നേടി. ഇതോടെ രാജ്യാന്തര മത്സരങ്ങളിൽ 100 ഗോൾ തികയ്ക്കുന്ന താരമായും മെസ്സി മാറി. 174 മത്സരങ്ങളിൽ നിന്നാണ് മെസ്സിയുടെ നേട്ടം. നിക്കോളാസ് ഗോൺസാലുവസ്, എൻസോ ഫെർണാണ്ടസ്, ഏഞ്ചൽ ഡി മരിയ, ഗോൺസാലോ മോണ്ടിയൽ എന്നിവരാണ് അർജന്റീനയുടെ മറ്റ് സ്കോറർമാർ. കത്തുന്ന വേനലിൽ കണ്ണിന് കുളിര് പകരുന്ന കാഴ്ചയാവുകയാണ് കാസർഗോഡ് ഉദനൂർ നരയൻ പൂപ്പന്തൽ. ഉദനൂർ തടിയൻകോവൽ മുണ്ടിക്ക് മുന്നിലാണ് പടർന്നു പന്തലിച്ച് നിൽക്കുന്ന പൂപ്പന്തൽ ഉള്ളത്. പഴകി ദ്രവിച്ച ചെമ്പകമരത്തിൽ ശാഖകളായി പടർന്ന് പന്തലിച്ചു നിൽക്കുകയാണ് നരയൻ പൂപ്പന്തൽ. മനോഹരമായ കാഴ്ച എന്നതിലുപരി അനേകം പേർക്കാണ് ഈ വള്ളിച്ചെടി തണലും കുളിരും പകരുന്നത്.
ഇലയും പൂക്കളും തിങ്ങി നിറഞ്ഞ പന്തലിന് കീഴിൽ നിരവധി വഴിയാത്രക്കാർ കൊടും ചൂടിൽ നിന്നും ആശ്വാസം തേടിയെത്താറുണ്ട്. പ്രദേശത്തെ കുട്ടികൾക്ക് ഇത് കളിപ്പന്തലാണെങ്കിൽ പുറംപണി തൊഴിലാളികൾക്ക് ഇത് വിശ്രമ കേന്ദ്രമാണ്. ഉച്ച സമയത്തൊക്കെ വളരെ സുഖമായിട്ട് നമുക്ക് ഈ പൂപ്പന്തലിനകത്ത് ഇരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. വൈകുന്നേരം കുട്ടികളൊക്കെ വന്ന് കളിക്കാൻ വേണ്ടി ഈ പൂപ്പന്തലിലാണ് ഉപയോഗിക്കുന്നത്. വളരെയേറെ സന്തോഷമുള്ളൊരു സമയമാണ് ഇതിന്റെ കീഴിൽ വന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്നത്. പൂരോത്സവ കാലമായതിനാൽ വൈകുന്നേരങ്ങളിൽ കുട്ടിക്കൂട്ടങ്ങൾ പൂ പറിക്കാനും ഇവിടേക്ക് എത്താറുണ്ട്. ഒട്ടേറെ ഔഷധ ഗുണമുള്ള ഈ കാട്ടുചെടിയുടെ ഇല അന്വേഷിച്ച് നാട്ടുവൈദ്യന്മാരും എത്താറുണ്ട്. മഞ്ഞപ്പിത്ത ശമനത്തിനും പ്രസവരക്ഷാ ഔഷധമായും മുറിവുകൾ ഉണക്കുന്നതിനുമെല്ലാം ഇതിന്റെ ഇല ഉപയോഗിക്കുന്നു. 2 പതിറ്റാണ്ട് മുൻപ് വരെ വലിയൊരു ചെമ്പകമരത്തിലാണ് നരയമ്പ് വള്ളി പടർന്നിരുന്നത്. എന്നാൽ കാലപ്പഴക്കത്താലും വള്ളിയുടെ ശക്തി കൊണ്ടും ചെമ്പകമരം ദ്രവിച്ചുപോയി. നിലം പൊത്താറായ വള്ളി പരിസ്ഥിതി സ്നേഹികളായ ഇവിടുത്തുകാർ പിന്നീട് കോൺക്രീറ്റ് തൂണുകളിൽ താങ്ങി നിർത്തി. തടിയൻകൊവ്വൽ മുണ്ട്യ ഭരണസമിതിയാണ് പൂപ്പന്തൽ സംരക്ഷിക്കുന്നത്. ന്യൂസ് 18 പടന്ന. നവീകരിച്ച വാഹന ശ്രേണി വിപണിയിൽ അവതരിപ്പിച്ചു. BS6 ഫേസ് 2 ശ്രേണിയിലെ യാത്രാവാഹനങ്ങളും റെഡ് ഡാർക്ക് എഡിഷൻ SUVകളുമാണ് പരിചയപ്പെടുത്തുന്നത്. നെക്സോൺ, ഹാരിയർ, സഫാരി എന്നിവയിലാണ് റെഡ് ഡാർക്ക് എഡിഷൻ. ടാറ്റ മോട്ടോഴ്സ് ബ്രാൻഡ് മാർക്കറ്റിംഗ് വിഭാഗം മേധാവി രവീന്ദ്രൻ ജെയിൻ, ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് ലിമിറ്റഡ് സൗത്ത് മേധാവി ജയദീപ് ഗുപ്ത എന്നിവർ കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ വാഹനങ്ങൾ അവതരിപ്പിച്ചു. പെട്രോൾ, ഡീസൽ, CNG എന്നിവയിൽ പുതിയ ഫീച്ചറുകളും സുരക്ഷാ ഡ്രൈവിംഗ് സൗകര്യങ്ങളും ചേർത്തിട്ടുണ്ട്. കേരളത്തിൽ കമ്പനിക്ക് 13% വിപണി വിഹിതമാണുള്ളത്. വൈദ്യുതി വാഹന വിഭാഗത്തിലെ 93% വിപണി വിഹിതമുണ്ടെന്നും അധികൃതർ അറിയിച്ചു. നിർധനരുടെ ചികിത്സയ്ക്കും അനാഥരായവരുടെ വിദ്യാഭ്യാസത്തിനുമായി കോഴിക്കോട് JDTയും ഇഖ്റ ആശുപത്രിയും പുതിയ പദ്ധതിക്ക് രൂപം നൽകി. ഇമാദ് അഥവാ ഇനിഷ്യേറ്റീവ് ഫോർ മെഡിക്കൽ എയ്ഡ് ആൻഡ് ഓർഫൻ കെയർ എന്ന പദ്ധതിയുടെ ലോഗോ പ്രകാശനവും കോഴിക്കോട് നടന്നു. JDT ഇസ്ലാം ഓർഫനേജ് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി MP അബ്ദുൽ ഗഫൂർ ലോഗോ മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് നൽകി പ്രകാശനം ചെയ്തു. പദ്ധതിയിൽ ഉൾപ്പെടുത്തി സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന രോഗികൾക്ക് ഒരു ദിവസം ഒരു സർജറി സൗജന്യമായി ചെയ്തു നൽകും. പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയെ കൂടുതൽ ജനകീയമാക്കുകയാണ് ലക്ഷ്യം. ഇതിനായി ഒരു വർഷത്തിനുള്ളിൽ 30 കോടി സമാഹരിക്കാനാണ് പദ്ധതി. ഇതോടെ വാർത്തയിൽ ഇന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം. Network